أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ മാസം നമ്മുടെ മുമ്പിൽ ഇതാ ഇന്ന് നാളെ എന്ന നിലക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വൽ മാസത്തിനെ പരിപൂർണ സന്തോഷത്തോടെ സ്വീകരിക്കാനും അതുവഴി റസൂലുള്ളാഹിന്റെ മഹബത്ത് ലഭിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് വെറും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതല്ല. വെറും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തിനെ നിസ്സാരപ്പെടുത്തുകയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നമ്മൾ മൗലൂദ് ഓതുന്നുണ്ട്. പക്ഷേ സ്വലാത്ത് ചൊല്ലുക ഒന്ന് വേറെ, മൗലൂദ് ഓതുക ഒന്ന് വേറെ എന്ന നിലക്ക് നമ്മൾ അതിനെ വേറെ വേറെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, അല്ലാഹുവിൻ്റെ മലക്കുകളും റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് നമ്മൾ അർത്ഥം വെക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി, മുഅ്മിനീങ്ങളെ നിങ്ങളും റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. ഇതാണ് ഇപ്പോൾ നമ്മൾ അർത്ഥം വെച്ച് പോരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഈ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വലാത്ത് എന്നാൽ ഇന്നതാണ്, മലക്കുകളുടെ സ്വലാത്ത് ഇന്നതാണ്, മുഅ്മിനീങ്ങളുടെ സ്വലാത്ത് എന്നത് ഇന്നതാണതൊക്കെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞതിന് സ്വലാത്ത് എന്നൊരു അറബി വാക്കും ചൊല്ലുക എന്ന മലയാള വാക്കും കൂടിയിട്ടാണ് നമ്മൾ അർത്ഥം വെക്കൽ. സ്വലാത്ത് ചൊല്ലുക എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ചെറുപ്പം മുതൽക്കേ മുൻ തലമുറകളൊക്കെ അങ്ങനെ തന്നെയാണ് ചൊല്ലൽ, ഇപ്പോഴും അങ്ങനെ തന്നെ പറയൽ. അതിനെ നമ്മൾ ആ സ്വലാത്ത് എന്നുള്ള വാക്കിനെ നമ്മൾ അതും കൂടി മലയാളത്തിലാക്കിയാൽ രണ്ടും മലയാളത്തിൽ പറഞ്ഞു വെക്കുക. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതിനെ സ്വലാത്തിനെ മലയാളത്തിലാക്കുക. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ മുത്തഫരിദൊക്കെ ഓതിയുന്ന കാലത്ത് വസ്സലാത്തു വസ്സലാമു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് മുത്തഫരിദിൽ, എല്ലാ കിതാബിലുണ്ടാവും അത്. അവിടെ സ്വലാത്തിന് വെച്ച അർത്ഥം എന്താണെന്നില്ല നമ്മൾ വെച്ച് നോക്കുക. അപ്പം നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, മിക്ക ആൾക്കാർക്കും അറിയും. വസ്സലാത്തു അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം, ഇതാണ് നമ്മൾ അർത്ഥം വെക്കൽ. അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു 8-9 വയസ്സ് കാലത്ത് മുത്തഫരിദ് ഓതി അന്നേ വെച്ച അർത്ഥമാണ് വസ്സലാത്തു അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം, വസ്സലാമു അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള രക്ഷ, അലാ സയ്യിദനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുണ്ടാകട്ടെ എന്നാണ് അർത്ഥം വെച്ച് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം എന്നാണ് സ്വലാത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി നമ്മൾ അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, മുഅ്മിനീങ്ങളും സ്വലാത്ത് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞല്ലോ. ആ സ്വലാത്തിന് നമ്മൾ മുത്തഫരിദിൽ വെച്ച സ്വലാത്തിന് അർത്ഥം വെച്ച് നോക്കാം. അതിന് നമ്മൾ പറഞ്ഞത് എന്താ? അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം. അപ്പോൾ സ്വലാത്ത് ഇല്ല എന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം ചൊല്ലുക, പറയുക. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം നമ്മൾ റസൂലുള്ളാഹിന്റെ മേലിൽ പറയാമെന്നാണ് അപ്പം അതിനർത്ഥം വരൽ. ഞാൻ വെച്ചത് പേച്ചണോ എനിക്കറിയില്ല കേട്ടോ, പേച്ചനുണ്ടാവില്ല. കാരണം നമ്മൾ മുത്തഫരിദ് പഠിച്ചാൽ അത് പേക്കുമല്ലോ. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വലാത്ത് ചൊല്ലുക, അഥവാ അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം
റസൂലുള്ളാഹിൻ്റെ ഗുണം ചൊല്ലുക, ഗുണം പറയുക എന്നൊക്കെയാണ് അതിനർത്ഥം കിട്ടുക. നമ്മൾ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് നമുക്ക് അത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്. സലാത്തും കൂടി മലയാളത്തിലാക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗുണം ചൊല്ലുക. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഗുണം ചൊല്ലുക, റസൂലുള്ളാഹിൻ്റെ ഗുണം പറയുക എന്നാണ് യുസല്ലൂന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ, മുഅ്മിനീങ്ങളെ നിങ്ങളും റസൂലുള്ളാഹിൻ്റെ ഗുണം പറയുക, റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് അതിപ്പോൾ കുറേ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. യുസല്ലൂന സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞ അർത്ഥം വെക്കാം. പക്ഷേ ഞങ്ങൾ എങ്ങനെ വെക്കുക?